വൈശാഖ മാസത്തിലെ 30-ാമത്തെ ദിവസം ഇന്നത്തോടുകൂടി ഈ വർഷത്തെ വൈശാഖ മാസം, മാധവ മാസം എന്നൊക്കെ അറിയപ്പെടുന്ന ഭഗവാന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള മാസം സമ്പൂർണ്ണമാവുകയാണ്. വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ടിലെ 30-ാമത്തെ അധ്യായം എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് പാരായണം ചെയ്ത് വൈശാഖ മഹാത്മ്യം സമർപ്പിക്കുകയാണ്. ഓം തത്സത്. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗര്യ ദേവകീ സുധാ ജയ. ഇത്തരം തിരുനാമ കീർത്തനം ചൊല്ലി വന്നു ഉത്തമ കിളിപ്പെണ്ണി ശുദ്ധമാനസേ ബാലേ. പുത്തന്തേൻ പഴം പഞ്ചസാരയും ഇളനീരും ചിത്തകൗതുകത്തോടു ഭുജിച്ചു വസിച്ചു. മൂഢരാം ഞങ്ങൾക്കെന്നും കൂടാതെ വിരവോടു മൂഢമാം മോക്ഷമാർഗം ഉപദേശിച്ചിടണം. കേടറ്റ വാക്യമേവം കേട്ടൊരു നേരം കിളി വേടയും കുതൂഹലമാവണ്ണം ഉര ചെയ്തു. വാരണമുഖമുമാവല്ലഭാത്മജം വിഘ്നവാരണം ഭജിക്കുന്നേ മനസാ സദാകാലം. ഭാരതി ദേവി ഗൗരി താരിൽ മാനിനി ഗംഗ സഹരസ ഭവമുഖ സാരസ നിവാസിനി. വാരിജമുഖി മമ മാനസമായിടുന്ന വാരിജം തന്നിൽ തെളിഞ്ഞെപ്പോഴും വസിക്കേണം. ഓം തത്സത്. ശ്രീ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് 30-ാമത്തെ അധ്യായം. അദ്ധ്യായ അഴകിതരി നൃപതി വരനകില വിഭവങ്ങളാൽ ആവോളവുമത്ര പൂജിക്ക മാധവം. ഒരുവനതി പുതുകമൊടുമുരമഥന പൂജയും ഉന്നത ധർമ്മമേച്ചൊന്നതെല്ലാം ചെയ്യിൽ. പ്രളയസമയവും അവനു സുഖലയവും ഇല്ലടോ പിന്നെ ഈ ചൊന്നവയൊന്നുമേ ചെയ്യാതെ. നരരവനി സുരനൃപതി ഗുരുഭജന പുണ്യങ്ങൾ നാഥനരുൾ ചെയ്തു സിദ്ധിക്കുമെന്നതു. ഭജതുഹരി ചരണയുഗ സരസിജവുമാത്മനി ഭാഗവതോർക്കതി ലോകമൊന്നെങ്കിലും. ജപമഖനി അഖനി കുരുകലുഷ ഹരമെത്രയും ജന്മമേ ജന്മമവനില്ല നിർണയം ഭൂപതി. പുനരിനിയും അഴകിലൊരു മഹിമകഥയാമ്യഹം ഗോപുരാമൂന്നര കോടിയാം തീർത്ഥങ്ങൾ. ഒരു ദിവസം അവർ പലരും ഒരുമയോട് ചിന്തിച്ചു ഒട്ടല്ല നമ്മുടെ ദോഷങ്ങളെന്നോർത്തു. പരുഷബലഹിതരവർ പരിചലത ചില കഥ തീർത്ഥങ്ങൾ പാലാഴി പൊക്കു പുകണ്ണു നാരായണം. ഭുവനകര ജയനിഖില ഭുവനഭരണാജയ ഭൂരീജന കലുഷാകരാ ഭൂമിവ. മരാരമണ കമലദള നയന ജയ മാധവ കുമുദവതി വരവദന ജയ വിഭോ കേശവ. മണിലസിത മകുട നരഭയ മകര കുണ്ടല ശമിത മധുകൈടഭ ജയ ജയ ശങ്കാരി പത്മാംഗദാംഗബാഹോ ജയ കുടകവലയാദ്യാഖില കൗസ്തുഭ ജയ ജയ. കഞ്ചന സമാദസു കാഞ്ചേ ജയ 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 ഹരേ ഹരേ ജനി മരണമോചന. ജംഗമാ മേഘദോ ജയ ജയ തവ ചരണയുഗളമല സത്വം പ്രസീദ പ്രസന്നമൂർത്തി സദാം പരമപുരുഷനെ മനസ്സിൽ നിലകൊടു തീർത്ഥങ്ങൾ. ഭക്ത്യാവുകണ്ണു നിന്നിടും ദശാന്തരെ ഐതരവിയുദിതരുചി കലരുമഖിലേ ശരണമ്പോട് കൊച്ചെഷ്ടനായി അരുളി ചെയ്തു. അമിതകൃത കലുഷ നിരവധികമസ്മാസു അയ്യോ സമർപ്പിക്കുമെന്തു ചെയ്യൂ വയം. തിരുമനസി അത് പൊഴുതു കനുവിനോട് ചിന്തിച്ചു തീർത്ഥപാദൻ തഥാ തീർത്ഥരുളി ചെയ്തു.
മമ മഹിമ പെരുകിനൊരു വിമലകരമാധവേ മജ്ജനം ചെയ്യുകാന്ത്യം പുഷ്കരിണ്യം യഥാ സരസമിതു ദിവസകര ഉദയമതിൽ മുന്നമി സ്നാനീന ദുഷ്കൃതം തീർന്നുകൊണ്ടാദരാൽ ഭുവനമതിലകില ദിശിതോറും ബഹിജലേ പൂതരാക്കിയിടുവിൻ മാധവസ്നാദമേ സുഭദ്രയ തിഥികളുഷസി കുളിയാതോരു തീവ്രപാപജ നേതാവോഷവും സപതി വിടും അരികമമ ശാസനമായതു സത്യം ഗമിക്ക ശോകം വിനാസാദരം ഇതി മധുരതര മുരളി മധുരിവ് മഹാവിഷ്ണു ഇന്ദിരാകാന്തൻ മറഞ്ഞരുളിടിനാൻ നവനൊരുവനിതിന് ബഹുമാനവും കൂടാതെ സ്നാനം വിനാ പുഷ്കരണിയിൽ പോലുമേ അതികഠിനം അവനപത കുപിതതര ചേതസ അന്തശപിക്കുന്ന തീർത്ഥങ്ങൾ എന്നതി ഭുവനമതിലൊരു സുഗതി മതിനു സമമായി പുരാഭൂരിയാകും കഥ തന്നിലും കേൾപ്പീല ഇതിലധിക കുതുകമുണ്ട് മൂന്നു ദിനമെങ്കിലും ഈ ചൊന്ന പുണ്യകാലേ ഭജിച്ചിടലോ അതിനുമടി എരുതുഹൃതി എരുതുപതി നിന്റെയും ആനന്ദമൂർത്തി താനല്ലയോ ചൊന്നതും ഇതിമിതിലെന്നു പുരണ്ടാതെ സുഗതി സുതദേവനും ഈശ കൂടാതെ ബോധിപ്പിച്ചതു നേരം മഹിമ പെരുകിന കഥകളരുളിന മുനീന്ദ്രനെ മാനിച്ചു തന്റെ എടുപ്പിച്ചു സാദരം പറപടക പണവതകിൽ മരുജു മുഖകാഹളം പാരമടിപ്പിച്ചു പൗരജനെ സമം സകല മനസുഖകരണ നയന പരമുത്സവം നജ്ജക ഗ്രാമപ്രദക്ഷിണവും ചെയ്തു ബഹുലധന വിഭവം അത് മുനിവരനു നൽകിയങ്ങമ്പോട് ധർമ്മങ്ങൾ ചെയ്താൽ മഹീപതി അമലമുനി കുലതിലകനാകിയ നാരദൻ അംബരീഷീനരുളി ചെയ്ത ദീദൃശം മുനിവചനമഴകിലതു മുഴുവനിഹ കെട്ടവൻ മാനിച്ചു പൂജിച്ചു വന്നിച്ചു തൽപദ ഉടനെ എഴുന്നള്ളി നാനാദരാൽ മുഖ്യനാം ഭൂപതി വൈശാഖധർമ്മങ്ങൾ സുഹൃതി കുല തിലകനതി സുഖതരമനുഷ്ഠിച്ചു സ്വൈര്യമോടെ ഹരി ലോകം പ്രവേശിച്ചു ശുഭചരിതമിതി മുനി സുശിഷ്യനാം സൂതനും ശൗനകനാദികളോടും അറിയിച്ചു ഹരിനിലയമതിരവനമണവതിനു ശ്രീരമണ ചരണയുഗം അകമെ കുളിവെച്ചവൻ ശ്രീരാമനാമീശ്വരൻ വൈഷ്ണവൻ അമലമതി കരുണയുടു സതതമരുൾ ചെയ്താശു ബോധിപ്പിക്ക കാരണ അറിവകമെ കുറയും ഒരു വിമലന ആദർക്കു അമ്പോടറിവാൻ ചമച്ചിതു ഭാഷയാൽ മുരവദനനുടെ കരുണ പെരുകുവതിനേശ ഞാൻ 30 അധ്യായവും ചൊല്ലിനേ നീ വണ്ണം കിളിമകളും ഇതിലോടകിലമുര ചെയ്തവൾ കേളിയേറിയിടും നളിനിയിൽ മേവിനാൾ ഓം തത്സതി വൈശാഖ മഹാത്മ്യ ത്രവിശോധ്യായ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് സമ്പൂർണം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ വൈശാഖ മഹാത്മ്യം വൈശാഖ മാസം 30 ദിവസവും ഭഗവാന്റെ സന്നിധിയിൽ പാരായണം ചെയ്ത് സമർപ്പിച്ചു. എല്ലാവർക്കും എല്ലാവരുടെ നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗര്യ ദേവകീ സുധാ ജയ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം